Hey my dear beautiful souls, welcome back to my channel Divine Speaks. ഇനി നമുക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉടൻ എന്താണ് സംഭവിക്കാൻ പോകുന്നത് നോക്കാം. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉടൻ എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, എന്ത് എനർജിയാണ് ഉടൻ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ സംഭവിക്കാൻ പോകുന്നത്? നമുക്ക് നോക്കാം. നിങ്ങളുടെ പേഴ്സണുമായിട്ടുള്ള എന്താണ് ഉടൻ സംഭവിക്കാൻ പോകുന്നത്? ഓക്കെ, അതിൽ നിങ്ങൾ എന്ത് സ്റ്റെപ്പ് എടുക്കേണ്ടി വരുന്നുണ്ട്? യൂണിവേഴ്സിന് എന്തെങ്കിലും ഈ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങളോട് പറയാനുണ്ടോ? ഓക്കെ, ഓക്കെ ഓക്കെ നിന്റെ റിലേഷൻഷിപ്പിൽ വാട്ട് നെക്സ്റ്റ്, അതാണ് നമ്മളിവിടെ നോക്കുന്നത്. അപ്പോൾ നമുക്കിവിടെ കാണാൻ കഴിയുന്നത് ഓക്കെ, നിങ്ങളുടെ ലവ് ലൈഫ് എന്ന് പറയുന്നത് വളരെ ബ്യൂട്ടിഫുൾ ആണ്. ഓക്കെ, വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടാണ് കാണിക്കുന്നത്. പക്ഷെ അതിനകത്ത് നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഇമാജിൻ ചെയ്യുന്നതാണോ അതോ നിങ്ങൾക്ക് അങ്ങനെ ഒരു ഫീല് കിട്ടുന്നതാണോ എന്നറിയില്ല. നിങ്ങൾക്ക് ഭയങ്കര ആങ്സൈറ്റി ഒക്കെയാണ് ഈ ഒരു റിലേഷൻഷിപ്പിൽ. അതായത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ കളഞ്ഞിട്ട് പോകുമോ, അതോ മറ്റു റിലേഷൻഷിപ്പ് ഉണ്ടോ എന്നൊക്കെ ഉള്ള ടെൻഷൻ നിങ്ങൾക്ക് ഇവിടെ കാണിക്കുന്നുണ്ട്. ഒരു പുതിയ റിലേഷൻഷിപ്പ് ഇവിടെ തുടങ്ങുന്നുണ്ട്. അതൊരു പക്ഷേ നിങ്ങൾക്കാണോ അതോ നിങ്ങളുടെ പേഴ്സൺ ഉണ്ടെന്ന് നിങ്ങൾ വിചാരിക്കുന്നതാണോ എന്നറിയില്ല. ഓക്കെ, നിങ്ങൾ അങ്ങനെ വിചാരിക്കുന്നുണ്ട്. ആക്ച്വലി ഇവിടെ ഈ റിലേഷൻഷിപ്പിൽ നിങ്ങളുടെ ഹാപ്പിനെസ് ആണ് ഈ റിലേഷൻഷിപ്പിനെ ഹാപ്പി ആക്കി മാറ്റുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ശരിക്കും നിങ്ങൾ ഇമാജിൻ ചെയ്യുന്നു നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ പറ്റിക്കുകയാണ്, അതുകൊണ്ട് ഞാൻ നിൽക്കുന്നില്ല. ഒരു സാഡിസ്റ്റ് തോട്ട് നിങ്ങളുടെ ഉള്ളിൽ വരുന്നതായിട്ടാണ് കാണുന്നത്. നിങ്ങൾക്ക് ഭയങ്കര സംശയം ആണ് നിങ്ങളുടെ പേഴ്സണെ ചില സമയങ്ങളിലൊക്കെ. എപ്പോഴും ഇല്ല, പക്ഷെ ചില സമയങ്ങളിൽ. അപ്പോഴൊക്കെ നിങ്ങൾ പറയും നിങ്ങൾ ഇതൊന്ന് ലെഫ്റ്റ് ആവുന്നു, എനിക്ക് ഈ ഒരു റിലേഷൻഷിപ്പിൽ കണ്ടിന്യൂ ചെയ്യാൻ താല്പര്യമില്ല എന്നൊക്കെ നിങ്ങൾ പറയും. ഓക്കെ, പിന്നെ എങ്ങനെയൊക്കെ നിങ്ങൾ അതിനകത്ത് സ്റ്റിക്ക് ഓൺ ആവുകയും ചെയ്യുന്നുണ്ട്. പക്ഷെ നിങ്ങൾക്ക് ഈ റിലേഷൻഷിപ്പിൽ ഭയങ്കര ഉത്കണ്ഠയാണ്. നിങ്ങൾക്ക് പക്ഷെ പുറത്തുനിന്ന് നോക്കുന്നവർക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഭയങ്കര നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ആയിട്ടാണ് കാണുന്നത്. അപ്പോൾ നിങ്ങളുടെ ഈ ഒരു ഡിപ്രഷൻ സ്റ്റേജ് ഈ റിലേഷൻഷിപ്പിനെ ചുറ്റിപ്പറ്റിയുള്ളത് ഒന്നുകിൽ നിങ്ങൾ തന്നെ അത് ചേഞ്ച് ചെയ്ത് വരണം, ഇല്ലാന്നുണ്ടെങ്കിൽ അന്ന് ക്വിറ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത്. കാരണം നിങ്ങൾക്കും ഒരു സമാധാനവും കിട്ടുന്നില്ല, നിങ്ങളുടെ പേഴ്സണും ഒരു സമാധാനവും കിട്ടുന്നില്ല എന്നുള്ള നിലയിലാണ് നിൽക്കുന്നത്. നിങ്ങൾ എപ്പോഴും ഒരു എന്താ പറയാ, കൺഫ്യൂഷൻ മോഡാണ്. കുറച്ചു നേരം നിങ്ങൾ സംസാരിച്ച് കുറച്ചു നേരം ഹാപ്പി ആയിട്ടിരിക്കും, അത് കഴിയുമ്പോൾ ഉടനെ തന്നെ നിങ്ങൾ ഏതെങ്കിലും നിങ്ങൾ സ്വപ്നം കണ്ടതോ അത് നിങ്ങൾ ഇമാജിൻ ചെയ്തതോ ആയിട്ടുള്ള ഒരു കാര്യം പറയും. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ തമ്മിൽ വഴക്കാവുകയാണ് ചെയ്യുന്നത്. അപ്പൊ പലപ്പോഴും നിങ്ങളുടെ പേഴ്സണും തോന്നുന്നുണ്ട് ഇതൊന്ന് പോയാലോ എന്ന്, ഈ ഒരു റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ് പറഞ്ഞാലോ എന്നുള്ളൊരു ചിന്ത അദ്ദേഹത്തിനും ഒക്കെ വരുന്നുണ്ട്. അത് നിങ്ങൾ കാരണമാണ് ഉണ്ടാകുന്നത്. നിങ്ങൾ ഇതില് ഒരു എന്താ പറയാ, നിങ്ങൾ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ചിലപ്പോ സ്വയം ക്രിയേറ്റ് ചെയ്യുന്നതാവാം, അല്ലാന്നുണ്ടെങ്കിൽ അൺഫോർച്ചുനേറ്റ്ലി അങ്ങനെ ആയി പോകുന്നതാവാം. പക്ഷെ നിങ്ങൾ ചില സമയങ്ങളിൽ നിങ്ങൾക്ക് ഒരു വിഷമമൊക്കെ വരുന്നുണ്ട്, എന്താണ് ഇനി ചെയ്യേണ്ടത്, ഞാൻ ചെയ്ത് ശരിയായോ എന്നൊക്കെ ഉള്ള ചിന്തയും നിങ്ങൾക്ക് വരുന്നുണ്ട്. പക്ഷെ നിങ്ങൾ സ്പോണ്ടേനിയസ് ആയിട്ട് ഞാൻ പോവുകയാണ്, എനിക്ക് റിലേഷൻഷിപ്പ് വേണ്ട എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡിൽ മിക്കവാറും ഒക്കെ നിൽക്കാറ്.
ഓക്കെ, നിങ്ങളുടെ ഉള്ളിൽ എന്തൊക്കെയോ പ്രോബ്ലംസ് ഇദ്ദേഹത്തെ കുറിച്ചോ ഈ റിലേഷൻഷിപ്പിനെ കുറിച്ചോ ഉണ്ട്. അതാണ് ഇവിടെ കാണിക്കുന്നത്. അതുപോലെ ഇതൊരു നെഗറ്റീവ് കാർഡാണ്. റിലേഷൻഷിപ്പിൽ ഇത് ഒരു നല്ലതല്ല. അപ്പോൾ നിങ്ങൾക്ക് പക്ഷേ നിങ്ങളുടെ റിലേഷൻഷിപ്പ് മോശമാണെന്ന് പറയാൻ പറ്റില്ല. കാരണം വളരെ ഹാപ്പിയാണ് പുറമേ നിന്ന് നോക്കുമ്പോൾ. പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ നിങ്ങളുടെ ഒരു സ്വപ്നം, നിങ്ങളുടെ ഉത്കണ്ഠ, അതെല്ലാം ഇതിനകത്ത് നിങ്ങൾ കൊണ്ടുവന്ന് ഇൻവെസ്റ്റ് ചെയ്യും ഈ റിലേഷൻഷിപ്പ്. അത് പിന്നെ ഒരു ബേർഡനായി മാറുകയാണ് ചെയ്യുന്നത്. ഒന്നുകിൽ നിങ്ങൾ ഒന്ന് ബ്രേക്ക് എടുക്കുക, ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താ ഒന്ന് മെഡിറ്റേറ്റ് ചെയ്യുക, യോഗ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്ത് നിങ്ങൾ ഒന്ന് സ്ട്രോങ് ആവുക. എന്നിട്ട് അതിനെക്കുറിച്ച് ചിന്തിക്കുക. നിങ്ങളിപ്പോൾ ഒരു വീക്ക് സ്റ്റേജിലാണുള്ളത്. ഓക്കെ, അപ്പോൾ ഒരു അഡ്വൈസ് എന്നുള്ള നിലയിൽ ഇതാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങൾ കുറച്ചൊന്ന് ചിന്തിക്കുക, എന്നിട്ട് നിങ്ങളാണ് ചേഞ്ച് ചെയ്യേണ്ടതെങ്കിൽ നിങ്ങൾ ചേഞ്ച് ചെയ്യുക. അപ്പം നിങ്ങളുടെ തോട്ട്സ് അല്ലെങ്കിൽ നിങ്ങളുടെ എന്താ ഒരു ഇമാജിനേഷൻ കാരണം ഒന്നിലധികം പേഴ്സൺസ് അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണും അതാണ് വിഷമിക്കേണ്ടി വരുന്നുണ്ട്. അപ്പോൾ അത് ഇല്ലാതാക്കുക. നിങ്ങൾ അതിനേക്കാൾ കൂടുതൽ വിഷമിക്കുന്നുണ്ട്, നിങ്ങൾ ഒന്നിനെക്കുറിച്ചും ചിന്തിക്കുന്നില്ല, എന്തൊക്കെയോ നഷ്ടപ്പെട്ട ഫീല് നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. പക്ഷെ എന്നാലും പിന്നെ അതേ അവസ്ഥ അല്ല. നിങ്ങൾ സന്തോഷിച്ചാൽ ഈ ഒരു റിലേഷൻഷിപ്പ് മൊത്തത്തിൽ സന്തോഷിക്കും. ഇല്ലാന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു ബ്രേക്ക് എടുത്തതിന് ശേഷം ഒന്നുകൂടി ആലോചിക്കുക. എന്നാണ് എനിക്കിവിടെ കാണുന്നത്. ഓക്കെ, പോസിറ്റീവായിട്ട് ചിന്തിക്കുക, പോസിറ്റീവ് എനർജി മാത്രം എന്ന് അട്രാക്ട് ചെയ്യുക. നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രം ഇതെടുക്കുക. ഇതൊരു റിലേഷൻഷിപ്പ് റീഡിംഗ് ആണ്. എല്ലാവർക്കും ഇത് റെസനേറ്റ് ആവണം എന്നില്ല. ഓക്കെ, എല്ലാവർക്കും ഇത് റെസനേറ്റ് ആവണം എന്നില്ല. അത് നിങ്ങൾ പ്രത്യേകം ഓർക്കുക. നിങ്ങളായിട്ട് റെസനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രം ഇതെടുക്കുക, ഇല്ലാന്നുണ്ടെങ്കിൽ ഇഗ്നോർ ചെയ്യുക. ഓക്കെ ഓക്കെ, കണക്ട് ആവുന്നുണ്ടെങ്കിൽ മാത്രം എടുക്കുക. പോസിറ്റീവ് വൈബ്സ് മാത്രം അട്രാക്ട് ചെയ്യുക. ഓക്കെ, കണക്ട് ആവുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. Stay tuned. Have a nice day.